ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കനും ചേമ്പും കൂടിയുള്ള ഒരു വറുത്തരച്ച കറിയാണ്. അപ്പോൾ അതിനുള്ള ചേമ്പ് കട്ട് ചെയ്യാനേ. അപ്പോൾ നമ്മുടെ ചേമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾ വേവിക്കുവാണേ. പിന്നെ ഇങ്ങനെ തിളപ്പിച്ച് കളയുവാണെങ്കിലേ ആ വെള്ളം കളയുകയാണെങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാവില്ല, പിന്നെ ഒരു വളുവളുപ്പൊക്കെ ഉണ്ടാവും ഇതിന്. അപ്പം അതൊക്കെ കളയാലോ എന്ന് ഓർത്തിട്ടാണ് നമ്മളിത് തിളപ്പിച്ച് ആ വെള്ളം കളയുന്നത്. അപ്പോൾ അതേ നമ്മുടെ ചേമ്പില്ലേ, അത് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് കുക്കുമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കറി ശരിയാക്കാനായിട്ടുണ്ടല്ലോ, ഉള്ളി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കുക്ക് ചെയ്യാൻ സഹായിക്കാനായിട്ട് ഹെലി ഇവിടെ വന്നിട്ടുണ്ട്. ഹെലി എപ്പോഴും പപ്പയുടെ ബാക്കിലുണ്ടാവും ഇവിടെ. വെളിച്ചെണ്ണ ചൂടായതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാണ്. നമ്മുടെ ഇഞ്ചി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പം നമ്മൾ ഇഞ്ചി ചേർത്തതിന് ശേഷം അത് പതുക്കം ചൂടായതിനു ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ഇതായി കഴിഞ്ഞപ്പോൾ നമ്മൾ ചതച്ച് വെച്ച ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകാണ്, ചതച്ച് വെച്ച പച്ചമുളക്. കരിഞ്ഞു പോവാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിലേ അടിയിൽ പിടിക്കും കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. ഒരു സവോളയാണ് കേട്ടോ, ഒരു സവോളയാണ് കേട്ടോ. ഇനി ഇത് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലേക്ക് നമ്മൾ ഇങ്ങനെ പാക്കറ്റായിട്ടല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ആ സമയത്ത് ഞാൻ ഇളക്കി കൊടുത്തോളാം കേട്ടോ. കറിവേപ്പില കഴുകിയിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. മുളകിന് നല്ല കുത്തുകളായിരുന്നു, ചുമ വരുന്നത്. ഭയങ്കരമായിട്ട് വഴറ്റിയെടുക്കണമെന്നില്ല അല്ലേ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂണാണ് കൊടുക്കുന്നത്.
2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് മൊത്തത്തിൽ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അത് 1.5 ടേബിൾ സ്പൂൺ തന്നെ ചേർത്തിട്ടുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി പൊടികൾ വറവാവുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ചൊറുക്ക കുറച്ച് ഒഴിക്കാം കേട്ടോ. മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ നേരത്തെ കഴുകി പോയി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊരു 1,300 ചിക്കൻ ഉണ്ട്. ഇത് നന്നായി ഇളക്കി കൊടുത്ത് ഇതെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മസാലയായിട്ട് ചിക്കൻ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് അടച്ചു വെച്ചു. അത് കഴിഞ്ഞ് ഇത് തുറന്ന് ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കണം. ഇത് നമ്മൾ ഇത് വേവിക്കുന്നതേ തേങ്ങാപ്പാലിലാണ്. ഒരു 2-ാം പാലെന്നൊക്കെ പറയുന്ന കണക്കാണിത്. ഞങ്ങൾ മാഗി പൊടി ഇട്ട് കലക്കിയതാണിത്. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് ഇത് വേവേണ്ടത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. പാടും ആ ഉപ്പ് നമുക്കിനി ഇതിനകത്തേക്ക് നമ്മുടെ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് വിത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഇതിനകത്ത് കിടന്ന് സെറ്റ് ആവട്ടെ. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ചിക്കൻ കറി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം വെള്ളമുണ്ട് ഇതിനകത്ത്. കാണാൻ പാടില്ല, നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും ചേമ്പും വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ അടുപ്പിലേക്ക് അത് മാറ്റി വെച്ചു. നമുക്ക് തേങ്ങ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുക്കാനായിട്ട് പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇത്തിരി പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയാണ് ചേർക്കുന്നത്. കരിവെള്ള കിളിച്ചതെന്തിനു
മേഘനീലം താമരക്കിളി പാടുമോ. അപ്പം ഇത് തേങ്ങ വറവാവുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ കളറ് മാറണമല്ലോ, കളറ് മാറിയാലല്ലേ നമുക്ക് പൊടി ഇടാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇതിനകത്തേക്ക് ആകെ ആഡ് ചെയ്യുന്നത് ചിക്കൻ മസാല മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അത്യാവശ്യം എല്ലാ പൊടികളും നമ്മൾ ചിക്കനിലിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി അതിനകത്തേക്ക് ചിക്കൻ മസാല മാത്രം മതിയാവും. അപ്പോൾ ചേട്ടായിയുടെ അസിസ്റ്റൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അസിസ്റ്റൻ്റ് അവളെപ്പോഴും ഇവിടെ വരും. ചേട്ടായി എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ എപ്പോഴും ഇവിടെ വാലായിട്ട് അവളുണ്ടാവും. ചിക്കൻ കറി ഇവിടെ തിളക്കുന്നുണ്ട്. പറയുന്നേ കൂടപ്പൂ തേങ്ങയുടെ എല്ലാ സ്ഥലവും ഒരുപോലെ വറവാവുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും. പഴയ പണി മറന്നിട്ടില്ല അല്ലേ? കിച്ചൺ പണി, അടുക്കളപ്പണി, പഴയ അടുക്കളപ്പണി നടന്നിട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞ പോലെ പത്ത് ഇല്ലാണ്ട് ഞാനിങ്ങനെ കഴിക്കുന്നു. നമ്മുടെ തേങ്ങയുടെ വറുത്തിട്ട് ഈ പരിവായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ഇതിലേക്ക് സ്പൂൺ കണക്കൊന്നും ഇല്ലാക്കാൻ അതേ അതിട്ട് ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. എങ്ങനെ കളറൊക്കെ മാറിയായിട്ടുണ്ടാകും. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറുന്നതാണ് കേട്ടോ ചേട്ടായി പറയണേ. നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ അരയ്ക്കാൻ വെക്കുകയാണ്. ഇനി നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഒരു തവണ അരച്ചപ്പോഴത്തേക്ക് ഈ കണ്ടീഷനായിട്ടോ. പിന്നെ ഇനി ഒന്നും കൂടി അരച്ചെടുക്കണത്. ഇനി നമ്മൾ തേങ്ങ അരച്ച് വെച്ചതാണ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തേങ്ങ അരച്ച്
അതേ നമ്മുടെ തേങ്ങ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഓക്കെ ആയുള്ളത് കളക്കേണ്ടാവും. അപ്പം നമ്മുടെ ചേമ്പ് ചിക്കൻ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളിയും കൂടി താളിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ജിംഗിളിയ ജിംഗിളി മണ്ണി ജിംഗിളി 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 ജാ. അപ്പോൾ ഞങ്ങൾ ഈ കറിയൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിക്കട്ടെ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.